അള്ളാഹുവിൻ്റെ ഖുർആൻ പല സന്ദർഭങ്ങളിലായി മനുഷ്യരോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവന് സമാധാനം കിട്ടണോ, അവന് നിർഭയത്വം കിട്ടണോ, അവൻ താമസിക്കുന്ന നാട്ടിലും അവൻ്റെ പ്രദേശത്തും സ്വസ്ഥത ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു തആല സന്മാർഗം തരുന്നതാണ്. വഹിയിലൂടെ അമ്പിയാക്കന്മാർക്ക് അത് കൊടുത്തിട്ടുണ്ട്. ആ സന്മാർഗം ആരാണോ പിൻപറ്റുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ പേടിക്കേണ്ടി വരൂല, ദുഃഖിക്കേണ്ടി വരൂല, വിഷമിക്കേണ്ടി വരൂല. ആ സന്മാർഗത്തിൻ്റെ അവസാനത്തെ പതിപ്പാണ് ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അത് സന്മാർഗത്തിൻ്റെ ഗ്രന്ഥമായ കിതാബായ ദാലിക്കൽ കിതാബ് എന്ന് വിളിക്കുന്ന ഖുർആൻ അവസാനത്തെ വേദഗ്രന്ഥമാണ്. മനുഷ്യർക്കിടയിൽ അല്ലാഹു തആല നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അമ്പിയാക്കന്മാരിലൂടെ പഠിപ്പിക്കുകയാണ്. ആ ഹുദ സ്വീകരിച്ചവരാരും പരാജയപ്പെടൂല. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായും ഈ വിശുദ്ധ ഖുർആൻ മനുഷ്യരെ നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുന്നതാണ്. ലോക ചരിത്രത്തിലൊന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. ഖുർആൻ ഇറങ്ങിയ മക്ക എന്ന മണ്ണിൽ അള്ളാൻ്റെ കലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാരെന്താ വിളിച്ചത്? മജ്നൂൻ, ഭ്രാന്തനാണ് എന്നാ വിളിച്ചത്. ഷായിറുൻ, ഒരു കവിയാണെന്നാ വിളിച്ചത്. സാഹിറുൻ, ഒരു മായാജാലക്കാരനാണെന്നാ വിളിച്ചത്. ആരെ? ആദ്യത്തെ അതിൻ്റെ അധ്യാപകനായ നബിതങ്ങൾ അള്ളാൻ്റെ ഖുർആൻ നാട്ടിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എന്തിനെ തൻ്റെ പ്രിയപ്പെട്ട കുടുംബക്കാരനായ അബൂലഹബാണ് ആ സംസാരം തുടങ്ങി വച്ചപ്പോൾ തബ്ബൻ ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ, നിനക്ക് നാശമുണ്ടാകട്ടെ മുഹമ്മദേ, ഈ സന്ദേശം പറയാനാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന് മക്കക്കാർ പോലും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ്, മനുഷ്യരെ നമ്മൾ എന്താ നമ്മുടെ പ്രത്യേകത? നമ്മൾ കേൾക്കാൻ മനസ്സുള്ളവരാകണം. അല്ലദീന യസ്തമിഊനൽ ഖൗൽ, വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുന്നവരാകണം. ശ്രദ്ധിച്ച് കേട്ടിട്ട് എന്താ ചെയ്യേണ്ടത്? അതിൽ നിന്ന് നന്മയെ പിൻപറ്റാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അള്ളാൻ്റെ ഖുർആൻ പറഞ്ഞു, ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അത്തരം ആളുകൾക്ക് അള്ളാൻ്റെ സന്മാർഗം കിട്ടുന്നതാണ്. ആ സന്മാർഗത്തെയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മക്കക്കാരായിരുന്ന ആളുകൾ അന്ന് ആ അള്ളാൻ്റെ കലാമാകുന്ന നിർഭയത്വത്തിൻ്റെ തൗഹീദിൻ്റെ ആ പ്രൗഢമായ നന്മ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മക്കക്കാരായ പല ആളുകളും ഖുറൈശികളും അടക്കമുള്ളവർ വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടക്കമുള്ള ഖുർആനിൻ്റെ പാരായണം കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഇസ്ലാമിൻ്റെ വിരോധികളും ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽപ്പെട്ട ആളുകൾ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, വഖാലല്ലദീന കഫറൂ, കാഫിരീങ്ങൾ അന്ന് പറഞ്ഞു, ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ കേട്ടുപോകരുത്, ഈ പ്രഭാഷണങ്ങൾ കേൾക്കരുത്, ഈ ഖുർആനിക വാചകങ്ങൾ നിങ്ങൾ കേൾക്കരുത്. വൽഗൗ ഫീഹി, നിങ്ങൾ അവിടെ എത്തിയാൽ ശബ്ദം ഉണ്ടാക്കണം, ബഹളമുണ്ടാക്കണം, ഇത് പറയാൻ സമ്മതിക്കരുത്, കേൾക്കാൻ സമ്മതിക്കരുത്. ലഅല്ലക്കും തഗ്ലിബൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. ഇതാരുടെ സ്വഭാവമായിരുന്നു? അന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോൾ മറുഭാഗത്തുണ്ടായിരുന്ന ശത്രുക്കളുടെ സ്വഭാവമായിരുന്നു. നരകക്കാരായ ആളുകൾ പരലോകത്തെത്തുന്ന രംഗം പറയുന്നുണ്ട്. വഖാലൂ, നരകക്കാർ പറയും, ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ ആ ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ കലാം പഠിച്ചിരുന്നെങ്കിൽ, ഞങ്ങളത് കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ. എന്താണ് ആ ലഘുലേഖയിൽ, എന്താണ് ആ പ്രസംഗത്തിൽ, എന്താണ് അവർ പറയുന്നത് എന്നൊന്ന് കേട്ടിരുന്നെങ്കിൽ, ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഈ കത്തിജ്വലിക്കുന്ന നരകത്തിൻ്റെ വിറകിൽ ഞങ്ങൾ പെടൂലായിരുന്നു. അന്ന് അവിടെ പോയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല, അന്ന് നരകത്തിൽപ്പെട്ടിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തൗഹീദാകുന്ന അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന പ്രഖ്യാപനത്തിൻ്റെ പ്രസക്തിയാണ് പഠിപ്പിക്കുന്നത്. ലോകത്തമ്പിയാക്കന്മാർ വന്നു, പ്രവാചകന്മാർ വരാത്ത ഉമ്മത്തുണ്ടോ? വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, എല്ലാ ഉമ്മത്തിലേക്കും പ്രവാചകന്മാർ വന്നു.
എന്താ അവർക്ക് പറയാനുള്ളത്? ആ നാട്ടിലെ ദുരാചാരങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. കച്ചവടത്തിൽ വഞ്ചന നടത്തിയിരുന്ന ജനങ്ങളോട് ഷുഐബ് നബി അലൈഹിസ്സലാം എതിർത്തിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിലെ ദുരാചാരങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാന്റെ ഖുർആൻ പറയാണ്, ഈ നബിമാരെയൊക്കെ ആ നാട്ടിക്ക് പറഞ്ഞയച്ചത് വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, നബിയേ നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന നബിമാർക്കും നാം വഹയി കൊടുത്തിട്ടുണ്ട്. എന്താ വഹയ്? അള്ളാനെ മാത്രം ആരാധിക്കണമെന്ന് പറയാനാണ്. എല്ലാ നബിമാരും നാട്ടിൽ പോയിട്ട് പറയുന്നത് യാ ഖൗമി അബ്ദുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹില്ല, ആരാധ്യനില്ല. മരങ്ങളെ ആരാധിക്കരുത്, നബിമാരെ ആരാധിക്കരുത്, മലായിക്കത്തുകളെ, ജിന്നിനെ, ഇൻസിനെ, ഔലിയാക്കന്മാരെ, മഹത്തുക്കളെ, മഹാന്മാരെ, മരങ്ങളെ, ചെടികളെ, കല്ലുകളെ, ഒരു സംഭവവും ആരാധിക്കാൻ പറ്റുന്നവരല്ല. ഏകനായ, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. ഉറക്കല്ല, മയക്കല്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്ന സർവ്വനിയന്താവായ, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന മുദബ്ബിറായ അള്ളാനെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കാനാണ് ലോകത്തമ്പിയാക്കന്മാർ വന്നത്. ഇത് പുത്തൻവാദമാണോ? ഇതിലെന്തെങ്കിലും പുത്തൻവാദങ്ങളുണ്ടോ? അള്ളാന്റെ കലാമിന്റെ പഴക്കെത്രയാ? 1400 കൊല്ലം പഴക്കമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഹദീസിന്റെ പഴക്കെത്രയാ? 1400 കൊല്ലം പഴക്കമുണ്ട്. അത് ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുത്താൽ അതെങ്ങനെയാ പുതിയതായി മാറുന്നത്? നമ്മൾ പറയുന്നു പഴയതിലേക്ക് മടങ്ങണം. ഏതാ പഴയത്? അള്ളാന്റെ കലാമിലേക്ക്, വഹയിന്റെ അടിസ്ഥാനത്തിൽ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച പ്രവാചകന്റെ സംസാരത്തിലേക്ക് മടങ്ങണം നമ്മൾ. ആ ദീനാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്ന 23 കൊല്ലത്തെ പൂർത്തിയാക്കിയ ആ മതത്തിൻ്റെ അടിസ്ഥാനമാണ് തൗഹീദ്, ഏകദൈവാരാധന. അത് ശരിയായില്ലെങ്കിലോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന അവസ്ഥ വന്നാൽ അവൻ്റെ നേർവിപരീതമാണ് ശിർക്ക് സംഭവിക്കുക. അവൻ്റെ പ്രയാസങ്ങളിലും അവൻ്റെ വിഷമങ്ങളിലും അല്ലാഹു അല്ലാത്തവരിലേക്കാണ് കൊണ്ടുപോണതെങ്കിൽ, അവൻ്റെ പ്രാർത്ഥനകൾ അല്ലാഹു അല്ലാത്തൊരു കേന്ദ്രത്തിലേക്കാണ് അവൻ മടക്കുന്നതെങ്കിൽ, അവൻ ബലിയർപ്പിക്കുമ്പോൾ അല്ലാഹു അല്ലാത്തവർക്കാണ് ബലി കൊടുക്കുന്നതെങ്കിൽ, അവൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കരമായ ഏറ്റവും വലിയ ശർറിനെ കുറിച്ച് പറഞ്ഞത് ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്കാകുന്ന ബഹുദൈവ വിശ്വാസമാണ് ഏറ്റവും വമ്പിച്ച മഹാപാപം. യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്. ലുഖ്മാനുൽ ഹകീം തൻ്റെ മോനോട് പറയുന്നുണ്ട്, ഒരിക്കലും നീ ശിർക്ക് ചെയ്യല്ലേ. അല്ലാഹനെ മാത്രം ആരാധിച്ച് നിർഭയത്വത്തിൻ്റെ സന്ദേശത്തിലേക്ക് വരണം. ഒരു മുഅ്മിനിന് സമാധാനം കിട്ടുന്നത് ആ വിശ്വാസത്തിലാണ്. അല്ലദീന ആമനു, അവൻ സത്യവിശ്വാസിയാണ്. വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അവൻ്റെ ഈമാനിൽ ഒരു ളുൽമ് കലരാത്തവനാകണം. ഈമാനിൽ എങ്ങനെയാ ളുൽമ് കലരുക? ഈമാനിൽ അക്രമം കലരുക എന്ന് പറഞ്ഞാൽ അശ്ശിർക, അല്ലാഹുവിൽ പങ്കുചേർക്കൽ നടക്കുമ്പോഴാണ്. അത് സംഭവിക്കരുത്. എന്താ പ്രശ്നം? ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന് ഹറാമാണ്. നമ്മളൊക്കെ സ്വപ്നം കാണുന്നത്, നമ്മൾ ജീവിതത്തിൽ ക്രമീകരിക്കുന്നത് സ്വർഗല്ലേ? ആ സ്വർഗം അവന് ഹറാമാണ്. ഏത് പാപങ്ങളും കൊലയാളിക്ക് പുറത്തു കൊടുക്കും, പലിശക്കാരന് പുറത്തു കൊടുക്കും, പലിശക്കാരനും വ്യഭിചാരിക്കും മോഷ്ടാവിനും പുറത്തു കൊടുക്കും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് ചെയ്യുന്നവൻക്ക് പുറത്തു കൊടുക്കൂല. എന്താ ശിർക്ക് സംഭവിക്കുക? അവിടെയാണ് ഇസ്ലാം പറയുന്നത് അല്ലാഹു വല്ലാത്തവരിലേക്ക് ഒരു ആരാധനയും കടന്നു പോകാൻ പാടില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറയാൻ എന്താ പ്രയാസം? ഇത് അംഗീകരിക്കാൻ എന്താ അവിടെ ബുദ്ധിമുട്ട്? നമുക്ക് പ്രമാണങ്ങളിലേക്ക് മടങ്ങിയാൽ അമ്പിയാക്കന്മാർ പറയുന്നത് എന്താണ്? ആരാധനകളായതെല്ലാം അള്ളാഹ്ക്ക് കൊടുക്കാനാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും ആരാധിച്ചിരുന്നവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങ്.
അല്ല, ഞങ്ങൾ ആരാധിക്കുന്നത് സ്വാലിഹീങ്ങളെ. അതൊന്നും ഇവിടെ ആവശ്യമില്ല. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാണെങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും. ആകാശത്തുനിന്ന് മഴ തരും, നിങ്ങൾക്ക് സമൃദ്ധമായ സമ്പത്ത് തരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വാപ്പാനോട് പോയിട്ട് പറയാണ്, വാപ്പാ, ഈ വിഗ്രഹങ്ങൾ കാണാത്ത, കേൾക്കാത്ത, ഉപദ്രവം ചെയ്യാത്ത വസ്തുക്കളാ, എന്തിനാണ് ഇതിനാരാധിക്കുന്നത്? ഇതാണ് നബിമാർ ചെയ്ത ദൗത്യം. ഇബ്രാഹിം നബി വിചാരിക്കുകയാണ്, ഞാൻ എൻ്റെ വാപ്പക്കാരനോമാരൊക്കെ എന്താ ചെയ്തതെങ്കിൽ ഞാൻ അതാണ് ചെയ്യാൻ പോണതെങ്കിൽ ഇബ്രാഹിം നബി ചെയ്യേണ്ടത് വിഗ്രഹാരാധനയാണ്. ഇബ്രാഹിം നബിൻ്റെ വാപ്പതാ ചെയ്തീന്. അപ്പം അതല്ല ചെയ്യേണ്ടത്. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അല്ലാഹു തആല വഹീൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്ക് പഠിപ്പിച്ച സന്ദേശം സ്വീകരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വന്നിട്ട് ഞാൻ എൻ്റെ വാപ്പക്കാരനോമാരൊക്കെ ചെയ്തത് ഇങ്ങനെ ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ അബൂലഹബും അബൂജഹലും അതുപോലെ തന്നെ അവിടുത്തെ പ്രിയപ്പെട്ട ഖുറൈശികളുടെ നേതാക്കന്മാരൊക്കെ എന്തായിരുന്നു അവരുടെ അവസ്ഥ? ആ പാരമ്പര്യം എടുക്കുകയാണോ ചെയ്തത്? അല്ല. നബി തങ്ങൾ അവിടെയുള്ള നാട്ടിലെ ഭൂരിപക്ഷം ആളുകൾ എന്താ ചെയ്യുന്നത് എന്ന് നോക്കുകയാണോ ചെയ്തത്? അല്ല. 23 കൊല്ലക്കാലം അള്ളാഹിൻ്റെ വഹയി ഇങ്ങനെ കിട്ടും. ഇന്നത് ശരി, ഇന്നത് തെറ്റ്. ആ ശരി സ്വീകരിക്കും. നമ്മളോടും പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദു, റസൂല് കൊണ്ടുവന്നത് സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, നബി വിരോധിച്ചതൊക്കെ നമ്മളും ഒഴിവാക്കുക. അതിലേറെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന എന്നത്. ആരാധനയുടെ മജ്ജയാണ്, മുഖുൽ ഇബാദയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിലും രോഗം മാറാൻ കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണോ? അയ്യൂബ് നബിന്റെ ചരിത്രം വായിച്ചു നോക്കുക. അൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവോട് മക്കളെ കാണാതെ വല്ല വിഷമം സംഭവിച്ചിട്ടുണ്ടോ? യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 30 കൊല്ലമാണ് പ്രാർത്ഥിച്ചത്. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ഈ നബിമാരുടെ അനുയായികളാണ് നമ്മൾ. മക്കളില്ലാത്ത വിഷമം നമുക്കുണ്ടോ? നമ്മുടെ പരിഹാര കേന്ദ്രമേതാ? റബ്ബി ഹബിലി മിനസ്വാലിഹീൻ. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് അവരോടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രണഭൂമിയിലെ പ്രയാസങ്ങൾ നിറഞ്ഞ രാത്രിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ അസാബ ലാ തുഅബദ് ഫിൽ അർദ്. അല്ലാഹുവേ, ഈ കൊച്ചു സംഘത്തെ നീ പരാജയപ്പെടുത്തിയാ നിന്നെ ആരാധിക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടാകില്ല. റബ്ബി, ഞങ്ങളെ ജയിപ്പിക്കണം, ഞങ്ങൾക്ക് സഹായം തരണം റബ്ബി. ബദറിന്റെ നേതാവ് അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ബദറിൽ പങ്കെടുത്തവർ അവരുടെ പ്രയാസത്തിൽ യുദ്ധം തുടങ്ങാനിരിക്കുമ്പോൾ ഇത് റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്തു. ബദരീങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന വിളി ബദറിൽ പങ്കെടുത്തവർക്ക് പോലും അറിയൂല. അവർ അല്ലാഹുവിനോട് സഹായം ചോദിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഫസ്തജാബലക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു. എന്തുത്തരാ കിട്ടിയത്? അന്നീമുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. 1000കണക്കിന് മലക്കുകളെ ഇറക്കിയിട്ട് അല്ലാഹ് സഹായിച്ചു ബദരീങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ. പിന്നെ നമുക്ക് എങ്ങനെ റമദാൻ 17 ബദരീങ്ങളെ കാക്കണേന്ന് പറയാൻ പറ്റുക? റബീഉൽ ആഖിർ വന്ന ജീലാനി ദിനത്തിന് ജീലാനി മുഹിയുദ്ദീൻ ഷെയ്ഖാണ് ഏത് നിലത്തുനിന്ന് വിളിച്ചാലും ഉത്തരം കേൾക്കുന്ന എങ്ങനെയാണ് ഒരു മുസ്ലിമിന് പറയാൻ പറ്റുക? ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട അന്നത്തെ കാലത്ത് അറിയപ്പെട്ട ദീനിനെ സഹായിച്ച മനുഷ്യനാണ്, മഹാനായ ആലിമായ പണ്ഡിതനാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ജീവിതത്തിൽ മരിക്കുന്നത് വരെ ഒരിക്കലും എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുപാട് കള്ളക്കഥകൾ പിൽക്കാലത്ത് എഴുതിയുണ്ടാക്കി. മുഹിയുദ്ദീമാലയുടെ പഴക്കം 400 കൊല്ലമാണ്. കുത്തുബിയത്തിന്റെ പഴക്കം 300 കൊല്ലമാണ്. ഹദ്ദാദ് റാത്തീബിന്റെ പഴക്കം 700 കൊല്ലമാണ്. താജുസ്സലാത്തും കൻജുൽ അർഷുമൊക്കെ 40ഉം 50ഉം കൊല്ലം പഴക്കമുള്ളതാണ്. നമ്മൾ എന്തിനാണ് ഈ പുതിയതും കൊണ്ട് നടക്കുന്നത്? നമുക്ക് നബിതങ്ങൾ പഠിപ്പിച്ച 1400 കൊല്ലം മുമ്പ് ഇതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാം പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച അതേ ഖുർആനിൻ്റെ അനുയായികൾ അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആൻ എന്ന ആയത്തോതാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത്. അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ സദസ്സുണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ശബ്ദം നമ്മൾ ഉയർത്തേണ്ടി വരുന്നത്. അങ്ങനെ ഉണ്ടോ? ഉണ്ട്.
ഈ കുത്തുബിയത്ത് ഓരോ വീടുകളിലും ലൈറ്റ് ഓഫാക്കിയിട്ട് ഒതുണ്ടാക്കിയിട്ട് 12 റക്അത്ത് നിസ്കരിച്ചിട്ട് 1000 തവണ ആരെയാ വിളിക്കുന്നത്? ഈ കാഞ്ഞങ്ങാടിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു മുസ്ലിമായ സഹോദരൻ ഇപ്പൊ കൊണ്ടുവന്നാൽ ഞാൻ വായിക്കാൻ തയ്യാറാണ്. കുത്തുബിയത്തിൻ്റെ 1-ാമത്തെ പേജ് മുതൽ വായിച്ചോളിയും. അവിടുന്ന് ഇങ്ങനെ ഒതുണ്ടാക്കിയിട്ട് 12 റക്അത്ത് നമസ്കരിച്ചിട്ട് കുറച്ചങ്ങ് ഓതി അങ്ങ് തുടങ്ങി ലൈറ്റ് അങ്ങ് ഓഫാക്കി കഴിഞ്ഞാൽ യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഹാളിറൂ ഇമ്മജ്ലിസിൽ ഹാളിറൂ. ആരാ? മുസ്ലിമായ മനുഷ്യന്മാര്, നിസ്കരിക്കണ മനുഷ്യന്മാര്, അള്ളാഹുവിൻ്റെ കലാം പഠിക്കേണ്ട പ്രിയപ്പെട്ടവരെ. 1000 തവണ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിളിച്ച് സഹായിക്കണേ, രക്ഷിക്കണേ, പ്രയാസം മാറ്റണേ എന്ന് ആരോടാണ്? ജീവിച്ചിരിക്കുന്ന കഴിവുള്ള മനുഷ്യൻ മരണപ്പെട്ട കഴിവില്ലാത്ത മനുഷ്യരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച. ബദരീങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന പ്രസംഗങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ റബീഉൽ ആഖിർ വന്നാൽ, അത് കഴിഞ്ഞാൽ റിഫായി ഷെയ്ഖിൻ്റെ ആണ്ട് വന്നാൽ കുത്തറാത്തീബ നടത്തുന്നത്. കത്തിയെടുത്തിട്ട് ശരീരത്തിലൂടെ വരഞ്ഞിട്ടാണ് യാ അഹ്മദ് അൽ കബീർ അരിഫായി. ഇതൊക്കെ നടക്കുന്ന പച്ചയായ കാര്യങ്ങളല്ലേ? റിഫായി ഷെയ്ഖിനെയാ വിളിക്കുന്നത്. റമദാൻ 27 രാവിൽ മലപ്പുറത്ത് സ്വലാത്ത് നഗർ എൻ്റെ നാടിൻ്റെ പരിസര ഭാഗങ്ങളാണ്. ആ രാവിലെ അവിടെ വെച്ച് റമദാനിൻ്റെ 27 തങ്ങളെ ഞങ്ങളെ രക്ഷിക്കണം, തങ്ങളെ ഞങ്ങളെ കാണുന്നില്ലേ, തങ്ങളെ ഞങ്ങൾക്ക് പുറത്തു തരണം, തങ്ങളെ ഞങ്ങൾ വിഷമത്തിലാണ്. ആരോടാണ് ഈ പറയണത്? ജീവിതത്തിൻ്റെ മുഴുവൻ ഘട്ടത്തിലും അല്ലാഹുമ്മ റബ്ബനാ റബ്ബി എന്ന് വിഷമത്തോടെ പ്രാർത്ഥിച്ച നബിനോട് പിൽക്കാലത്ത് ഈ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിൽ അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാണ്, നബിയേ നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കണം, കുൽ ഇന്നമാ ദുആ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർക്കൂല. നബിനോട് പറയാം, നബി നിങ്ങൾ പ്രഖ്യാപിക്കണം. ഒന്നുകൂടി പറഞ്ഞു, അന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്, ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികളിൽ അല്ലാഹുവോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അല്ലാഹുവിൻ്റെ ഖുർആനിലാണ് ഈ പറയുന്നത്. സൂറത്തുൽ അഹ്കാഫ് വായിച്ചു നോക്ക്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ പിഴച്ചവനാരുണ്ട്? ഒരു പിഴച്ചോലാണ്. ഇത് പറയണോരല്ല പഴക്കുക, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞോരല്ല പഴക്കുക, ഈ പണി ചെയ്യുന്നവർ പഴച്ചോരായി മാറും. എൻ്റെ വാക്കല്ല, അള്ളാഹിൻ്റെ കലാമാണ് സംസാരിക്കുന്നത്. ഇനി മാത്രമല്ല, ഓരോ ജീവിതത്തിലെ ഇബാദത്തുകളായി എന്തെല്ലാം പഠിപ്പിച്ചോ അതൊന്നും അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റൂല. നേർച്ച വഴിപാടുകൾ അള്ളാഹുവിന്, ബലികർമ്മങ്ങൾ അള്ളാഹുവിന്. അള്ളാഹ് ശപിച്ചിരിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അല്ലാഹ് ശപിച്ചിരിക്കുന്നു. ആരെ? മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു വല്ലാത്തവരുടെ പേരിൽ ബലിയറുക്കുന്നവനെ. ഷാഫിഈ ഗ്രന്ഥത്തിൽ, ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ ഇമാം നബവി തങ്ങൾ പറയാണ്, ഒരു മനുഷ്യൻ ആരെങ്കിലും ഈസാ നബിന്റെ പേരിൽ, മൂസാ നബിന്റെ പേരിൽ, വിഗ്രഹത്തിന്റെ പേരിൽ, കുരിശിന്റെ പേരിൽ ഒരു ബലിയെ തഖർറുബ് ചെയ്ത് പ്രതിഫലം പ്രതീക്ഷിച്ച്, പുണ്യം പ്രതീക്ഷിച്ച് ഒരു ബലി നടത്തിയാൽ, മുസ്ലിമായ ആൾ തന്നെ, ഫകുല്ലു ഹാദാ ഹറാം, അത് ഹറാമായ അറവായിരിക്കും. പറ്റൂല, അറവന്നെ പറ്റൂല, പിന്നെ തിന്നാൻ പറ്റുമോ? ഇമാം നബവിക്ക് ശേഷം ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞു, അല്ലാഹു അല്ലാത്തവരുടെ പൊരുത്തവും പുണ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ ഒരു അറവ് നടത്തിയാൽ ഫഫദബിഹു മുർതദ്ദൻ, മദത്തിന്ന് പുറത്തു പോകുന്ന പണിയായി മാറും. ഇതാര്? ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരെന്നെ പറയുന്നത്. സഹോദരങ്ങളെ, അതുപോലെ തന്നെയാണ് മനുഷ്യന്മാർ അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്ന ദയനീയമായ രംഗം ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുകയാണ്. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഖബർ സിയാറത്ത് ചെയ്യുന്നവരാ, നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ ഉപ്പയുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ.
നമ്മൾ ഖബർ സിയാറത്ത് ചെയ്യുന്നു, അതിന്റെ പ്രാർത്ഥനകൾ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ എന്ന പ്രാർത്ഥന സുന്നത്തായി പഠിപ്പിച്ചു. ചെരുപ്പ് അഴിച്ചു വെച്ച് ഖബർസ്ഥാനിലേക്ക് കയറി ചെന്നുകൊണ്ട് ഖിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കാൻ പോകണമെന്നാണ് ഫസൂറുൽ ഖുബൂറ, നിങ്ങൾ ഖബർ സന്ദർശിക്കണമെന്നാണ് നമ്മുടെ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അത് ചെയ്യുന്നവരുമാണ്, അതിൽ മാതൃകയുള്ളവരാണ്. എന്തിനാ ഖബർ സിയാറത്ത്? ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വ തുദക്കിറുകുമുൽ ആഖിറ, മരണമോർക്കാനാണ്, പരലോകമോർക്കാനാണ്. ഇന്നാഹൽ ഖബർ സിയാറത്തിന്റെ പേര് പറഞ്ഞ് സിയാറത്ത് ടൂർ നമ്മക്ക് ഉണ്ടാകൂല. അത് ദീനിലില്ല, അത് മക്കയിൽ ചരിത്രത്തിലില്ല. മദീനയുടെ ചരിത്രത്തിൽ ഖബറുകളെ വെച്ചുകൊണ്ട് സിയാറത്ത് ടൂറുകൾ എന്ന സമ്പ്രദായമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഖബറുകൾ കെട്ടിപ്പൊക്കുകയാണ്, ഉയർത്തുകയാണ്, വരുമാന മാർഗമാക്കി മാറ്റണം. അതിനെ നമ്മൾ എതിർത്തു. അപ്പം സ്വാഭാവികമായി പറഞ്ഞു, ഇവർക്ക് ഖബർ സിയാറത്തില്ല. സ്വലാത്തിൻ്റെ പേര് പറഞ്ഞ് ചൂഷണം നാട്ടിൽ നടക്കുകയാണ്, പെട്ടി നടക്കുക വരുവാണ്, അതുപോലെ സാമ്പത്തികമായി പിരിവ് നടത്തുകയാണ് സ്വലാത്തിൻ്റെ പേര് പറഞ്ഞ്. ആ പരിപാടി ഇസ്ലാമിലില്ല. സ്വലാത്ത് കച്ചവടം ഇസ്ലാമിലില്ല. ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തായ ഇബാദത്തിൻ്റെ സ്വലാത്തുണ്ട്. അത് ഒരെണ്ണത്തിന് 10 നന്മയാണ്. അത് നമ്മളൊക്കെ ചൊല്ലുന്നവരാണ്. അത് നമസ്കാരത്തിൻ്റെ, പ്രിയപ്പെട്ടവരെ, ബാങ്കിന് ശേഷം സ്വലാത്ത് നബിതങ്ങൾ പഠിപ്പിച്ചു. പള്ളിക്ക് കയറുമ്പോൾ സ്വലാത്ത് പഠിപ്പിച്ചു. നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ സ്വലാത്തില്ലേ, മറ്റ് എന്തെല്ലാം സന്ദർഭങ്ങളിലുണ്ട്, അതൊക്കെ ചൊല്ലുന്നവരാണ്. എന്നാ നബി പഠിപ്പിക്കാത്ത സ്വലാത്തുൽ ഫാത്തിഹ് തീജാനി ത്വരീഖത്തുകാരൻ ഉണ്ടാക്കിയതാ. നമുക്കത് ചൊല്ലാൻ പറ്റൂല. അപ്പോൾ ആൾക്കാർ പറയും നിങ്ങൾക്ക് സ്വലാത്തില്ല. സുഹൃത്തുക്കളെ, ഇസ്ലാമിലില്ലാത്ത ഒരുപാട് സ്വലാത്തുണ്ട്. അത് നമ്മൾ ആഘോഷിക്കേണ്ടവരല്ല, കൊണ്ട് നടക്കേണ്ടവരല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ദിക്റുകളായ ദിക്റുകൾ ഒരുപാട് ഇസ്ലാം പഠിപ്പിച്ചു തന്നു. നമുക്ക് സമാധാനം കിട്ടുന്ന ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ, അല്ലാഹനെ ഓർക്കാൻ നമ്മുടെ നാവ് ഇങ്ങനെ നനയണം ദിക്ർ കൊണ്ട്. ആ ദിക്റുകൾ അല്ലാഹുവിൻ്റെ നബി ഹബീബുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിച്ചു തന്നു. അതിൽ ഹദ്ദാദില്ല, അതിൽ റാത്തീബില്ല, അതിൽ കുത്തറാത്തീബില്ല, ഹാ ഹീ ഹൂ ഇല്ല, ചാടി ഡാൻസ് ഇല്ല, അതുപോലെ തന്നെ തുള്ളിച്ചാടുന്ന ദിക്റുകൾ ഉണ്ടാകൂല, 10,000 എണ്ണം വെക്കണ ദിക്റുണ്ടാകൂല. അങ്ങനെയുള്ള പ്രത്യേകതരം ഓരോരുത്തരും ഉണ്ടാക്കുന്ന ദിക്റുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി, എന്തൊക്കെയാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതില്ല. ഇസ്ലാം നബി പഠിപ്പിച്ച ദിക്റുകളാണ് നമ്മൾ പാലിക്കേണ്ടത്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ എന്തെല്ലാ സന്ദർഭത്തിൽ രോഗിയെ സന്ദർശിക്കുമ്പോഴുണ്ട്, ജനാസയുടെ പിന്നാലെ പോകുമ്പോഴുണ്ട്, അങ്ങനെ നബി തങ്ങൾ പഠിപ്പിച്ച അദ്കാറുകളൊക്കെ പാലിക്കേണ്ടവനാണ് നമ്മൾ. എന്നാൽ ദിക്റിൻ്റെ പേരിൽ ഒരു തട്ടിപ്പുണ്ടാകാൻ പാടില്ല. ദിക്റിൻ്റെ പേര് പറഞ്ഞുകൊണ്ടൊരു ഹൽക്കയുണ്ടാക്കിയിട്ടൊരു പണപ്പിരിവ് ഉണ്ടാകാൻ പാടില്ല. ദിക്റിൻ്റെ പേര് പറഞ്ഞ് ഇല്ലാത്ത ദിക്റുകൾക്ക് വല്ലാത്ത പോരിശ കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദീനിനെ അതുപോലെ ഉൾക്കൊള്ളേണ്ടവരാണ് നമ്മളെങ്കിൽ, ആ പ്രവാചകൻ മരിക്കുന്നതിന് മുമ്പ് പറയാണ് 5 ദിവസം മുമ്പ്. സാധാരണ ഒരു നേതാവ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞാൽ അനുയായികൾ ഏറ്റെടുക്കുക ചെയ്യുക. സുഖമില്ലാത്ത 13 ദിവസങ്ങൾ നബിതങ്ങൾ ജീവിച്ചു. സുഖമില്ലാതെ ബോധമില്ലാത്ത ദിവസങ്ങൾ പോയി, പനി പിടിച്ച് ക്ഷീണിച്ച ദിവസങ്ങളുണ്ടായി. ഇടക്ക് ബോധം വരുമ്പോൾ 5 ദിവസം മുമ്പ് മരിക്കുന്നതിൻ്റെ 5 ദിവസം മുമ്പ് നബിതങ്ങൾ അനുയായികളെ, സ്വഹാബത്തിനെ, പ്രിയപ്പെട്ട കുടുംബങ്ങളെ അടുത്തേക്ക് വിളിച്ചു. എന്തോ ഒന്ന് പറഞ്ഞു, കേൾക്കണില്ല, അത്രക്ക് പതുങ്ങിയ ശബ്ദ. അടുത്തേക്ക് ചെന്നപ്പോൾ നബി ഇങ്ങനെ ചുണ്ടുകൊണ്ട് സംസാരിച്ച് പതുക്കെ പറയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. നസ്വാറാക്കളെയും യഹൂദികളെയും അല്ലാഹ് ശപിച്ചിരിക്കുന്നു. അവരമ്പിയാക്കന്മാരുടെ, ആരുടെ? അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയ വിഭാഗമായതുകൊണ്ട് അവർക്ക് ശാപമുണ്ട്. പിന്നെ ഞമ്മക്ക് ശാപം കിട്ടൂലേ അത് ചെയ്താൽ? എന്നിട്ട് നബി തങ്ങൾ മരിക്കണതിൻ്റെ മുമ്പ് ഉറക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എൻ്റെ ഖബറിനെ ആഘോഷ കേന്ദ്രമാക്കല്ലേ, ഉറൂസിൻ്റെ കേന്ദ്രമാക്കല്ലേ. 1400 കൊല്ലായി മദീനത്ത് ഉറൂസ് നടക്കണില്ല, സമ്മതിക്കൂല അവിടെ. എന്തുകൊണ്ട്? നബിൻ്റെ പ്രാർത്ഥനയാണ്. അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിൻ്റെ ഖബറുണ്ട്, ആ തങ്ങളെക്കാൾ വലിയ തങ്ങളിനി വരാനുണ്ടോ? ഉമർ ഖത്താബ് തങ്ങളുടെ ഖബറുണ്ട്, മഖാമില്ല, ദർഗയില്ല, ഉറൂസില്ല, ചന്ദനത്തിരിയില്ല, ആനയില്ല, അമ്പാരിയില്ല, കരിമരുന്നില്ല, ഡാൻസ് ഇല്ല. ഇവിടെ എന്താ ഖബർ സിയാറത്തിൻ്റെ പേരും പറഞ്ഞ് ഉറൂസുകളാ.
നമ്മുടെ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു യാത്രയിൽ കാഞ്ഞങ്ങാട് പരിസരത്ത് വന്നപ്പോൾ അവിടെ ഉറൂസിൻ്റെ സമയമായിരുന്നു. മുട്ടുന്തല മക്കാമിൻ്റെ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്വേഷിക്കുകയാണ്, ആരാ കിടക്കുന്നത്? ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ പേരെന്താന്ന് പോലും അറിയില്ല. മുട്ടും തലയാണ് പ്രധാനമായും നമുക്ക് പറയാനുള്ളത്. എന്നിട്ട് ഖബർ കെട്ടിപ്പൊക്കുകയാണ്, എന്നിട്ട് പെട്ടി വെക്കുകയാണ്, എന്നിട്ട് അവിടെ ഉറൂസ് നടക്കുകയാണ്. ദിവസങ്ങൾ നിൽക്കുന്ന ഉറൂസുകൾ, ആണും പെണ്ണുമൊക്കെയാണ് അവിടെ പങ്കെടുക്കുന്നത്. സുഹൃത്തുക്കളെ, കരിമരുന്നും ആനയും ഡാൻസും അടക്കമുള്ളവർ, ഇതിലൊക്കെ പങ്കെടുക്കുന്ന പ്രഭാഷകന്മാരും പണ്ഡിതന്മാരുമുണ്ട്. ആ പള്ളി ദർസിൽ പഠിപ്പിച്ച ഹദീസാണ് ഞാനീ പറയുന്നതെന്ന് സമൂഹത്തോട് പറഞ്ഞു കൊടുക്ക്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. പറഞ്ഞു കൊടുക്കൂല. അത് പറഞ്ഞു കൊടുത്താൽ വരുമാനങ്ങൾ നിലക്കും. ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ മരിച്ചാൽ കെട്ടിപ്പൊക്കി ഉയർത്തി പൈസ ഉണ്ടാക്കുന്ന ഭീമാപ്പള്ളി, തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളി ഉമ്മച്ചിയുടെ ഖബറിൽ ലേലം ചെയ്തത് 18 കോടിക്കാണ്. നിങ്ങൾ ചിന്തിക്ക്, ഒരു ഖബറ് ഒരു മനുഷ്യൻ 18 കോടിക്ക് വിറ്റാൽ എന്താണ് അതിൻ്റെ ലാഭം? അത്രക്ക് വരുമാനമായി ഖബറ് മാറാണ്. നമ്മൾ ഖബറ് സിയാറത്തിനല്ലേ എതിർക്കുന്നത്? ഈ ചൂഷണത്തെ ഇന്നും ഈ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു പേടിയുമില്ലാതെ നമ്മൾ പറയും ഇത് ശരിയല്ല. അത് പറയാൻ മടിക്കുന്നവർ, അത് പറയാൻ പേടിക്കുന്നവർ, ആ വാക്കിനോട് ആർക്കെങ്കിലും ഒരു പുച്ഛം തോന്നുന്നുവെങ്കിൽ അയാളുടെ ഈമാൻ അയാൾ പരിശോധിക്കട്ടെ. വലാ യഖാഫൂന ലൗമത ലായിം. അല്ലാഹുവിൻ്റെ കലിമത്ത് പറയാൻ ഒരാളെയും പേടിക്കാനും പാടില്ല. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ ഇവിടെ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇന്ത്യ രാജ്യത്ത് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ നിലക്ക് നമ്മൾ ഇസ്ലാമിൻ്റെ കൃത്യമായ വഹീൻ്റെ സന്ദേശത്തെ ജനങ്ങളോട് പറയാനുള്ള അവസരം നമുക്കുണ്ട്. വേണ്ടവർക്ക് സ്വീകരിക്കാം, വേണ്ടാത്തവർക്ക് വേണ്ടാത്ത പോലെ പോകാം. പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം ഇന്നും ലോകത്ത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന മഹത്തായ ദൗത്യം നമ്മളെയെല്ലാം ഏൽപ്പിച്ചു തന്നാണ് പോയിരിക്കുന്നത്. അതിൻ്റെ ആധാറുകളെ സൂക്ഷിക്കപ്പെടണം. സഹോദരങ്ങളെ, ഇങ്ങനെ ഖബറുകൾ കെട്ടിപ്പൊക്കുക, ഉയർത്തുക, പണം ഉണ്ടാക്കുക, ഉറൂസ് ഉണ്ടാക്കുക. ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യർ മുട്ടുന്തല ഔലിയൻ്റെ കാര്യം മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു പോയാൽ സയ്യിദ് മദനിയുടെ കഥ എന്താണെന്ന് വായിച്ചു നോക്ക്. കടലിൽ മുസല്ലയിട്ട് നമസ്കരിച്ചു എന്നാ പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന CM മടവൂരിൻ്റെ ഖബറിൻ്റെ ചരിത്രം CM സ്മരണിക എന്ന പുസ്തകത്തിൽ അവിടെ കിട്ടും പോയാൽ ആ പുസ്തകത്തിൽ പറയുന്നു, നമസ്കരിക്കാറില്ല, തുരുതുര സിഗരറ്റ് വലിക്കാറുണ്ട്, സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ട്, പള്ളിയിൽ പോകാറില്ല, നോമ്പെടുക്കാറില്ല, ജുമഅക്ക് പങ്കെടുക്കാറില്ല. എന്നിട്ടും നാട്ടുകാർ പറയുന്നു അയാൾ വലിയാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഖുർആനിലേക്ക് പോകും. അങ്ങനെ വലിയ ഉണ്ടാകുമോ? അള്ളാഹിന്റെ ഖുർആൻ പറയുന്നു, അല്ലദീനാമനു. ഒരു വലി എന്ന് പറഞ്ഞ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞ അല്ലദീനാമനു നല്ല വിശ്വാസമുള്ളവരായിരിക്കും. വകാനൂ യത്തഖൂ നല്ല തഖ്വയുള്ളവരായിരിക്കും. തഖ്വ അല്ല പറഞ്ഞതൊക്കെ അനുസരിക്കും, അല്ല പാടില്ല എന്ന് പറഞ്ഞതൊക്കെ ഒഴിവാക്കണോലാണ് തഖ്വയുള്ളവർ. അപ്പോൾ ഒരാൾ ഔലിയ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലുമൊക്കെ അത്ഭുതം കാട്ടിക്കൂട്ടി എന്ന് പറയാ. എന്നിട്ട് അതിൻ്റെ പോരിശ പറഞ്ഞിട്ട് അങ്ങോട്ട് ലോകം നിയന്ത്രിക്കുന്നത് കോഴിക്കോടിലെ CM മടവൂരാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞങ്ങളെ പടച്ചോനാണ് CM മടവൂരാന്ന് പറഞ്ഞ വാക്കുകളുണ്ട്, പാട്ടുകളുണ്ട്. ഇതൊക്കെ എന്തിനാ നമ്മൾ പറയാൻ മടിക്കുന്നത്? എന്തിനാ? ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. ലോകത്തിന് നിർഭയത്വം കിട്ടാൻ സമാധാനം എന്ന ഇസ്ലാം എന്ന ഈ വാക്കിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇതൊരു മനുഷ്യന് കുളിര് കൊടുക്കേണ്ട മതമാണ്. ഇത് മനുഷ്യന്മാരെ പൂജിക്കേണ്ട മതമല്ല. എന്തിനേറെ കഴിഞ്ഞ ആഴ്ചയിൽ കൊല്ലം ജില്ലയിലായിരുന്നു എൻ്റെ പ്രഭാഷണം ഉണ്ടായിരുന്നത്. അവിടെ ഒരു മക്കാമുണ്ടായിരുന്നു. ആ മക്കാമ് ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഖബറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യൻ്റെ പേര് ഓച്ചിറ ദാമോദരൻ എന്നാണ്. ആ മക്കാമിനകത്ത് കിടക്കുന്ന വ്യക്തിൻ്റെ പേര് ദാമോദരൻ എന്നാണ്. എന്നിട്ട് ആ ഖബർ കെട്ടിപ്പൊക്കിയിട്ട് പേരൊന്നങ്ങ് മാറ്റിയിട്ടു. ഇന്നും ജീവിച്ചിരിപ്പുള്ള പണ്ഡിതനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ആർക്കുണ്ട് ശബ്ദിക്കാൻ ധൈര്യം? ആ മനുഷ്യൻ പറഞ്ഞു, ഇത് ദാമോദരനല്ല, ഇത് ഞങ്ങളുടെ കുപ്പസ്വാമി എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ഓച്ചിറയിലെ ഉപ്പൂപ്പയാണ്. എന്നൊരു പേരങ്ങ് മാറ്റി ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പേരിട്ടു. ആ നാട്ടുകാർ പറയാം, ഞങ്ങൾ അങ്ങോട്ട് പോക്കില്ല. കാരണം ഓൾക്കറിയത് ആരാണ് മുതല്.
മാതൃഭൂമി പത്രത്തിൽ വരെ വന്നു കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസും. ഒരു ഔറത്ത് പോലും മറക്കാതെ, തുണി പോലും ശരിക്കും ധരിക്കാതെ അവിടുത്തെ മാലിന്യത്തിൽ നിന്ന് അച്ചാറ് തോണ്ടി തിന്നിരുന്ന ഒരു സുഖമില്ലാത്ത മനുഷ്യനാണ്. അയാളുടെ മരണശേഷം മഖാമ് കെട്ടിപ്പൊക്കി ഉയർത്തിയിട്ട് ആരാധനയുടെ കേന്ദ്രമാക്കി മാറ്റുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമ്മളോട് എന്തിനാ ഖബർ സന്ദർശിക്കാൻ പറഞ്ഞത്? ഫസൂറുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ. പരലോകം ഓർക്കാനും മരണം ഓർക്കുവാനുമാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പഠിപ്പിച്ചതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അത് അടിസ്ഥാനമാണ്. വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ. അല്ലാഹനെ അനുസരിക്കണേ, പ്രവാചകനെ അനുസരിക്കണേ. ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾക്ക് കാരുണ്യം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിൻപറ്റുക. ദീനിലില്ലാത്തത്, നബി പഠിപ്പിക്കാത്തത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ആലോചിക്കണം. നമ്മുടെ തഹിയ്യത്ത് നമസ്കാരം പള്ളി കയറിയാൽ 2 റക്അത്ത് നമസ്കരിക്കും. നബി പഠിപ്പിച്ചു. 1400 കൊല്ലം പഴക്കണ്ട്. പള്ളി കയറുമ്പോൾ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, നബി പഠിപ്പിച്ചു. നമ്മൾ ചൊല്ലും. 1400 കൊല്ലം പഴക്കണ്ട്. എന്നാൽ കുത്തുബിയ്യത്തിൻ്റെ പഴക്കം എത്രയാണ്? 300 കൊല്ലാണ്. മുഹിയുദ്ദീൻ പഴക്കം എത്രയാണ്? 400 കൊല്ലാണ്. മജ്ലിസുൻ നൂറിൻ്റെ പഴക്കം എത്രയാണ്? 20 കൊല്ലമാണ്. മഹ്ലറത്തുൽ ബദരിയൻ്റെ പഴക്കം എത്രയാണ്? 30 കൊല്ലാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാലയളവിൽ പുതുതായി ഇങ്ങനെ ഓരോരുത്തരുണ്ടാക്കുക. ഇതാണ് ദീന്. ഇത് പാടിക്കോളി, ഇത് ചൊല്ലിക്കോളിയും, ഇത് വീട്ടിൽ വെച്ചോളിയും, ഇത് കുഴിച്ചിട്ടോളിയും, ഇത് കുടിച്ചോളിയും എന്നൊക്കെ പറയാ. മതത്തിനെ ചൂഷണം ചെയ്യാനും പണമുണ്ടാക്കാനും വേണ്ടി സമൂഹം ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാൻ. പണ്ഡിത പുരോഹിതന്മാരിൽ ധാരാളം ആളുകളുണ്ടാകും. പണ്ഡിതന്മാരും പുരോഹിതന്മാരും ധാരാളം ആളുകളുണ്ടാകും. ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. ജനങ്ങളുടെ സമ്പത്ത് അന്യായം തിന്നുന്ന സ്വഭാവമുള്ളവര്. വയസുദ്ദൂനാൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്ത് നിന്ന് ജനങ്ങളെ തെറ്റിക്കണ സ്വഭാവമുള്ളവര്. ഖുർആൻ ആയത്ത് അവസാനിപ്പിച്ചത് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനിക്കുന്ന ശിക്ഷയുണ്ടെന്ന താക്കീതാണ്. ഇസ്ലാമിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനങ്ങളെ വിൽപ്പനച്ചരക്കാക്കി മാറ്റുകയാണ്. സ്വലാത്ത് കച്ചവടം, ദിക്റ് കച്ചവടം. എന്തിനേറെ നബിതങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബോംബെയിലെ ഒരു ജാലിയൻ വാല എന്ന വൃത്തികെട്ട മനുഷ്യൻ്റെ ഒരുപാട് സാധനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു മുടിക്കെട്ട് കൊണ്ടുവന്ന്, വലിയ നീളമുള്ളൊരു പെണ്ണിൻ്റെ മുടി കൊണ്ടുവന്നിട്ട് ഇത് നബിൻ്റെ മുടിയാന്ന് പറഞ്ഞ് കേരളത്തിൽ കൊണ്ടു നടന്നില്ലേ? ആ മുടിയിട്ട വെള്ളത്തിന് 25,000 രൂപ മേടിച്ചിട്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കുടിപ്പിക്കാൻ കൊടുത്തില്ലേ? ഇതൊക്കെ എന്തിൻ്റെ പേരില്ല? ദീനിൻ്റെ പേര് പറഞ്ഞിട്ടാണ് നടത്തിയത്. അപ്പുറത്ത് ഞങ്ങളുടെ അടുത്ത് കയ്യിൽ സേനതുള്ള വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ് 10,000 രൂപക്ക് മറ്റേ ടീം വിറ്റില്ലേ? ഇങ്ങനെ മനുഷ്യന്മാരുടെ ഈമാനിനെ കൊള്ളയടിക്കുക, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്ന പുരോഹിത വർഗമുണ്ടെന്നും ഓരോരുത്തരും സൂക്ഷിക്കണം. നാളെ പരലോകത്ത് വന്നിട്ട് ചിലരൊക്കെ പറയും, റബ്ബനാ ഇന്നാ തഅനാ സാദതനാ വകുബറാഅനാ. ഈ സയ്യിദന്മാര് കുബറാക്കന്മാര് പറയണതൊക്കെ അനുസരിച്ച് ജീവിച്ചപ്പോൾ ഫാദല്ലോന സബീല, അവർ ഞങ്ങളെ പിഴപ്പിച്ചു റബ്ബേ, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ, അവരെ ശാപത്തിനിരയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന രംഗമുണ്ട്. അതുകൊണ്ട് ദീന് പഠിപ്പിക്കാത്ത യാതൊന്നും, ഒരു നിസ്കാരം, ഒരു നോമ്പ്, ഒരു ദിക്റ്, ഒരു സ്വലാത്ത് അള്ളാന്റെ ഹബീബ് നബി തങ്ങൾ പഠിപ്പിക്കാതെ നമ്മുടെ സ്വന്തം വകയായി ഉണ്ടാക്കൂല. അത് ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യൂല എന്ന് ഈ കാഞ്ഞങ്ങാട് ജനങ്ങൾ തീരുമാനിച്ചാൽ നാട്ടുകാർ നിങ്ങളെ വിളിക്കും, നിങ്ങൾ പുത്തംവാദിയാണ്. ഇന്നിപ്പോൾ അങ്ങനെയാണ്. ഒരാൾ ഇസ്ലാമിലുള്ളത് പാലിച്ച് ജീവിക്കാൻ തുടങ്ങി, അയാൾ താടിയൊക്കെ വളർത്താൻ തുടങ്ങി, സുബിക്ക് പള്ളി പോകാൻ തുടങ്ങി, നെര്യാണിക്ക് മേലെ വത്താൻ തുടങ്ങി, ഓനെന്തോ പ്രശ്നമുണ്ട്, ഓൻ പഴച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹദീസിൽ വന്ന സ്ഥിരപ്പെട്ട സംഭവങ്ങളാ. അത് പാലിച്ചാൽ നാട്ടുകാരവനെ മുദ്ര കുത്തും, ഉത്തംവാദിയാണ്. എന്താ ചെയ്യേണ്ടത്? മിണ്ടരുത്, ചിരിക്കരുത്, സലാം പറയരുത്, മരിച്ചാ പോകരുത്, അപ്പുറത്ത് മറ്റേ ടീമാണെങ്കിലും കുഴപ്പമില്ല, ഇവൻക്ക് വെള്ളം കൊടുക്കരുത്. എമ്മാതിരി വിഷസർപ്പങ്ങളാണ് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ ദീന് നമുക്ക് നൽകിയിട്ടുള്ള ഈ മഹത്തായ കൈത്തിരിനാദത്തെ നമ്മൾ സ്വീകരിക്കുക. പുരോഹിതന്മാരുടെ ചൂഷണങ്ങളെ, അപകടങ്ങളെ വിലയിരുത്തി കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ മുഖം എന്താണ്?
സിറാത്തുൽ മുസ്തഖീം, നേരായ ചൊവ്വായ ഒരു മാർഗം നബി പഠിപ്പിച്ചു. ആ മാർഗമല്ലാത്ത മറ്റൊരുപാട് മാർഗങ്ങൾ നാട്ടിലുണ്ട്. ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ത്വരീഖത്തുകാർ, ആലുവ ത്വരീഖത്തുണ്ട്, സിക്കന്ദറ ത്വരീഖത്തുണ്ട്, ഗോഹർ ഷാ ത്വരീഖത്തുണ്ട്, തീജാനി ത്വരീഖത്തുണ്ട്. പ്രധാനമായും 4-5 ത്വരീഖത്തുകളിലേക്ക് ജോയിൻ്റ് ആകുന്ന 70-ലേറെ വിഭാഗങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. എന്താ പ്രത്യേകത? ഓരോരുത്തർക്കും അവരവരുടെ ഷെയ്ഖുണ്ട്, അവരവരുടെ മുരീദുണ്ട്, അവരവരുടേതായ ആട്ടും പാട്ടവും ഡാൻസുമുണ്ട്. മദ്യപിക്കുന്ന ഷെയ്ഖുണ്ട്, ലഹരിയുടെ ഷെയ്ഖുണ്ട്, സംഗീതം ഉപയോഗിക്കുന്ന ഷെയ്ഖുണ്ട്, വ്യഭിചരിക്കുന്ന ഷെയ്ഖുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഔലിയാക്കന്മാർക്ക് അതൊക്കെ പറ്റുമെന്നാണ് പഠിപ്പിക്കുന്നത്. പിഴച്ച ഒരുപാട് ത്വരീഖത്തുകൾ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കൊറ്റ ത്വരീഖത്തുള്ളൂ, നബിതങ്ങൾ പഠിപ്പിച്ച ഒറിജിനൽ ത്വരീഖത്ത്. അതിലേക്ക് നമ്മൾ മടങ്ങുക. ഇവിടെ ഒരുപാട് ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് സൂഫികൾ ഇറങ്ങിയിട്ടുണ്ട്. സൂഫിസം എന്ന പേര് പറഞ്ഞുകൊണ്ട് സന്യാസം കൊണ്ടുവരികയാണ്. അവരങ്ങനെ പ്രത്യേകമായൊരു വേഷം ധരിക്കുന്നു, അവർ പ്രത്യേകമായ എന്തൊക്കെയോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പല കോലത്തിലുള്ള പാട്ടുകളും ഡാൻസുകളും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. സൂഫി ഗാനങ്ങൾ ഇങ്ങനെ ഏറ്റു പാടിക്കൊണ്ടിരിക്കുന്നു. ഭ്രാന്തായാൽ എന്തു സുഖം. ആർക്ക്? അവനവൻ്റെ വീട്ടിൽ ആരൊക്കെയും ഉണ്ടെങ്കിൽ അപ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ കുറേ പാട്ടും പാടിയിട്ട് സൂഫിസം ഇങ്ങനെ കയറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. അതിൽ പ്രണയമുണ്ട്, കുഴപ്പമില്ല, ഡാൻസ് ഉണ്ട്, കുഴപ്പമില്ല, ഇതൊക്കെ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള മാർഗമാണ്. അങ്ങനെ പറഞ്ഞ് സൂഫിസം ഇങ്ങനെ ഒരു വഴിക്ക് ഈ ഇസ്ലാമിൻ്റെ വക്താക്കളുടെ അകത്തേക്ക് കടന്നു വരുന്ന സൂചനകൾ ശ്രദ്ധിച്ചോളും. ഷിയായിസം മറ്റൊരു തലക്കൽ നിന്ന് കൊണ്ടുവരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കുന്ന ഷിയാക്കൾ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന മനുഷ്യന് മഖാമുണ്ടാക്കിയിട്ട് ബാബാ ഷുജാഇ എന്ന് പേരിട്ടിട്ട് ദർഗയുണ്ടാക്കിയവരാണ് ഷിയാക്കൾ. ആരെ? നമ്മുടെ ഹബീബായ നമ്മുടെ പ്രിയപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന മനുഷ്യൻക്ക് ദർഗയുണ്ടാക്കിയവരാണ് ഷിയാക്കള്. ലോകത്ത് എത്രയേറെ ക്രൂരമായ ഒരുപാട് അഹ്ലുസുന്നയുടെ ആളുകളെ കൊന്നൊടുക്കിയ മഹാന്മാരായ നമ്മുടെ സ്വഹാബത്തിനെ തെറിവിളിച്ച ആയിഷ ബീവിനെ കുറിച്ച് വളരെ മോശമായി അപകീർത്തിപ്പെടുത്തുന്ന ഒട്ടനേകം പിഴച്ച വാദങ്ങളുമായി നിങ്ങളുടെ ഖുർആൻ ശരിയല്ല, ഞങ്ങളുടെ കയ്യിലുള്ള ഖുർആനാണ് ശരി, 16,000 ആയത്തുള്ള ഖുർആൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങളുമായി നടക്കുന്ന ഷിയായിസം ഈ നാട്ടിലൂടെ വ്യാപിക്കുകയാണ്. നമ്മൾ അഹ്ലുസുന്നയുടെ വക്താക്കളാവുക. നിർഭയത്വത്തിൻ്റെ തൗഹീദിൻ്റെ വക്താക്കളായില്ല എങ്കിൽ പിഴച്ച ഒരുപാട് വാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുന്നു. നമ്മൾ ആ അപകടങ്ങളെ തിരിച്ചറിയുക. മതങ്ങളാണ് പ്രശ്നം, മതങ്ങളൊന്നും വേണ്ട. യുക്തിവാദികൾ ഉണ്ടാക്കുന്ന ഹിഡൻ അജണ്ടകളിൽ വീണുപോയ ഒരുപാട് യുവാക്കളുണ്ട്. മതങ്ങൾ പ്രശ്നമാണ്. പിന്നെന്താ പ്രശ്നമില്ലാത്തത്? മതമില്ലാതെ നടക്കുക. അപ്പം എന്താ? അപ്പം എന്തു ആവാ? എങ്ങനെ ജീവിക്കാം? വാപ്പ വേണമെന്നില്ല, ഉമ്മ വേണമെന്നില്ല, ലഹരിയാവാം, പെണ്ണാവാം, കഞ്ചാവാകാം. അതൊക്കെ നിയമത്തിനു കീഴിലായി കഞ്ചാവ് ഞങ്ങളുടെ നാട്ടിൽ വേണമെന്ന് വാദിക്കുന്നവർ, 18 വയസ്സായ ഒരാണിനും പെണ്ണിനും ഏത് ബീച്ചിലും ഏത് അങ്ങാടിയിലും നടന്ന് നിരങ്ങി വിലസാനുള്ള സമ്മതം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലിബറലിസത്തിൻ്റെ നുഴഞ്ഞുകയറ്റം നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ഇവിടെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഇതാ നിങ്ങൾക്ക് വിട്ടേച്ച് തന്നിട്ടാണ് ഞാൻ പോണത്. നബി മരിക്കുന്നതിൻ്റെ മുമ്പ് ഒറ്റ ഹജ്ജ് നിർവഹിച്ച ഹജ്ജിൽ പറയാണ്, 2 കാര്യങ്ങൾ ഇതാ തന്നിട്ടാണ് പോകുന്നത്. ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിച്ച പിഴക്കൂല, നശിക്കൂല. കിതാബല്ലാഹി വസുന്നത റസൂലി, അള്ളാഹിൻ്റെ കിതാബുൻ നബിൻ്റെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദീനിലില്ലാത്ത ഒരു നിസ്കാരം, ബറാഅത്ത് നോമ്പ് ദീനിലുണ്ടോ എന്ന് പരിശോധിച്ച് നോക്ക്. മിഅ്റാജ് നോമ്പ് ദീനിലുണ്ടോ എന്ന് പരിശോധിച്ച് നോക്ക്. മഹാന്മാരായ പ്രിയപ്പെട്ടവരായ സ്വഹാബത്തിന് പരിചയമുണ്ടോ എന്ന് പരിശോധിച്ച് നോക്ക്. കാണൂല. നോക്കൂ, നിങ്ങൾ മരണപ്പെട്ട വീടുകളെ പറ്റി അതിൻ്റെ സുന്നത്ത് എന്താന്ന് വായിച്ചു നോക്ക്. സാധുക്കളായ ഒരാൾ മനുഷ്യൻ മരിച്ചാൽ അവിടെ ഒരു വിധവ ഇരിക്കുന്നുണ്ടാകും, 2-3 കുട്ടികൾ യതീമായിട്ട് ആ വീട്ടിലുണ്ടാകും. അന്ന് വൈകുന്നേരത്ത് നല്ല നെയ്ച്ചോറും ബീഫും അടിച്ചു കയറ്റാൻ ആ വീട്ടിലേക്ക് എങ്ങനെയാണ് നമുക്ക് പോകാൻ പറ്റുന്നത്? അയൽവാസികളെ, നിങ്ങൾ ആ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഇസ്ലാമിലെ സുന്നത്ത്. ഇസ്നഊ ലിആലി ജഅഫർ അത്ആം,
പറയാം. ജഅഫർ റളിയല്ലാഹു മരിച്ചപ്പോൾ നബി പറയാണ്, അയൽവാസികളെ, നിങ്ങൾ ജഅഫർ റളിയല്ലാഹുവിന്റെ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കണം. 3-ന്റെ അന്ന് പോത്തിനെ അറുത്ത് ഗംഭീരമായ ദിക്റും പാട്ടുമായി നടക്കുക. മരണ വീടുകളിൽ ബുർദയുടെ ഗാനങ്ങളാണ് ആസ്വദിക്കുന്നത്. അവിടെ പ്രിയപ്പെട്ട ബന്ധു മരിച്ചു കിടന്നതും കബറടക്കം കഴിഞ്ഞതും കണ്ണിൽ നിന്ന് കണ്ണ് പൊട്ടി ഒഴുകുന്നതും വയറ് പൊട്ടി ഒലിക്കുന്നതൊന്നും അവർക്ക് ആവശ്യമില്ല. ഇവിടെ പോത്തിറച്ചിയാണ് പ്രധാനം. 40-ന്റെ അന്ന് 14-ന്റെ അന്ന് ആണ്ട് തികയുന്ന അന്ന് തീറ്റയുണ്ടാവണം. ഇതാരാ പഠിപ്പിച്ചത്? ഒരു മദ്ഹബിന്റെ ഇമാമും പഠിപ്പിച്ചിട്ടില്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നിങ്ങളൊരു ഖുത്ബക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഖുത്ബ മൗഇളത്താവണം, ഉപദേശമാകണം. അവിടെ പറയുന്ന കാര്യം നിനക്ക് മനസ്സിലാകണം. ഭാഷ ഏതായാലും ഇപ്പൊ പോണ പള്ളിയിൽ 500 കൊല്ലം പോയാലും നിങ്ങൾക്ക് ഇത് വല്ലതും മനസ്സിലാവോ? ഒരു ശബ്ദമല്ലാതെ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, മദീനയിൽ അറബിയിലാണ് ഖുത്ബ. എന്തുകൊണ്ടാണ്? അവിടെ അറബിയിലാണ്, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്. ഞാൻ UAE പോയതാണ്. അവിടെ പല പള്ളികളിൽ ഇംഗ്ലീഷിലാണ് ഖുത്ബ. അവിടെ ഇംഗ്ലീഷുകാർ വരുന്ന ഏരിയയാണ് പള്ളി. എന്തിനേറെ പല സ്ഥലത്ത് തമിഴ്നാട്ടിൽ ചെന്നാൽ നിങ്ങൾ പോയി നോക്ക്, തമിഴ്നാട്ടിലെ പല പള്ളിയിലും തമിഴിലാണ് ഖുത്ബ. പക്ഷെ കേരളത്തിൽ മാത്രം വന്നാൽ പറ്റൂല. മലയാളത്തിൽ ഖുത്ബ പറഞ്ഞാൽ ആളുകൾക്ക് തിരിയും, ഉപദേശം കിട്ടും, നിർദ്ദേശം കിട്ടും. അതുകൊണ്ട് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, ഖുത്ബ ജനങ്ങൾക്ക് തിരിയുന്നതാകണം. ഇങ്ങനെ ഏത് കർമ്മങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നമ്മൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, ഞാൻ സുന്നത്തിൻ്റെ കൂടെയാണോ എന്ന് ആലോചിക്കണം. നബി മരിക്കുന്നതിൻ്റെ മുമ്പ് പല സന്ദർഭത്തിലും പറഞ്ഞു, ഇയ്യാക്കും വമുഹദസാത്തുൽ ഉമൂർ, പുതുതായി ദീനിലേക്ക് വല്ലതും ഉണ്ടാക്കുന്നത് സൂക്ഷിച്ചോളൂ. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ് ഉണ്ടാക്കുക. ആ വഴികേടിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ ദീന് പഠിക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിന് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ QHLS ക്ലാസ്സുകൾ എവിടെയാണെങ്കിൽ അന്വേഷിക്കണം. മക്കൾക്ക് പഠിക്കാനുള്ള CRE ഉണ്ട്, സമ്മറൈസ് ഉണ്ട്, അതിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കണം. പ്രിയപ്പെട്ട ഉമ്മമാർക്കുള്ള വിജ്ഞാനവേദികൾ, അയൽക്കൂട്ടങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ പെങ്ങൾ അതിലേക്ക്, നമ്മുടെ ഭാര്യ അതിൽ പങ്കെടുക്കുന്നവരാകണം. നേർപ്പദം വാരികയുണ്ട്, വായിക്കാൻ നമ്മുടെ കുടുംബം ശ്രമിക്കണം. ഒരാഴ്ചക്ക് 10 രൂപയുടെ ചെലവാണുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ധാരാളക്കണക്കിന് വിജ്ഞാനങ്ങൾക്ക് പുറമെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായി പീസ് റേഡിയോ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ ഒന്ന് ഓണാക്കി കൊടുത്താൽ 100 കണക്കിന് ഉപദേശ നിർദ്ദേശങ്ങൾ, കൗൺസിലിംഗ് അടക്കം ലഭിക്കുന്ന പീസ് റേഡിയോ പരിചയപ്പെടണം. ജമീൽ ആപ്പ് ആരുടെയെങ്കിലും കൈകളില്ലാത്തവരുണ്ടെങ്കിൽ ഖുർആൻ ഓതാം, നമസ്കാരം ഓർമ്മപ്പെടുത്തും, കിബില ഡയറക്ഷൻ ഉണ്ട്, സക്കാത്ത് കണക്കിലാക്കി തരുന്നു. അതുപോലെ തന്നെ പല നിലക്കുമുള്ള നമ്മളെ ദീനിയായി സഹായിക്കുന്ന ജമീൽ ആപ്പ് ഉപയോഗപ്പെടുത്തുക. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നാട്ടിൽ നടക്കുന്ന ദുരാചാരങ്ങൾ നടക്കുമ്പോൾ, വിവാഹരംഗത്തുള്ള ഒരുപാട് അപച്യുതികൾ സംഭവിക്കുമ്പോൾ, നാട്ടിൽ തിന്മയുടെയും ലഹരിയുടെയും സെക്സ് റാക്കറ്റുകളുടെയും സിനിമാ റാക്കറ്റുകളുടെയും ഒക്കെ അതിപ്രസരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കൾ നമ്മുടെ ചുമതലയാണ്. കുല്ലുക്കും റാ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതി, നമ്മുടെ കുടുംബത്തിന് നമ്മൾ നന്നാക്കിയെടുക്കണം. നരകത്തുന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് നമ്മളെ സ്നേഹിച്ചവരാ. വബിൽവാലിദൈനി ഇഹ്സാന, അവർക്ക് പുണ്യം ചെയ്യാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട മക്കളോടുള്ള ബാധ്യതകൾ നിർവഹിക്കണം. ഒരു ഭർത്താവ് എന്ന നിലക്ക് നിന്റെ ഭാര്യ എന്ന അവരോട് ആ ഭാര്യയ്ക്ക് വേണ്ടുന്ന ശാരീരിക മാനസികമായ കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കുന്നവരാകണം. അവരെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമുണ്ടാകണം. ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് മര്യാദയോടെ പെരുമാറണം. പ്രിയപ്പെട്ട ഭാര്യമാരെ, നമ്മുടെ ഭർത്താവിനെ അനുസരിക്കണം, സ്നേഹിക്കണം. വൈതാഅത്ത് സൗജഹ, സ്വർഗം വേണോ? നിന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന സ്വഭാവം ഉണ്ടാവണം. പരസ്പരം ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ ജീവിതത്തെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ വീട് എല്ലാ നന്മയുടെയും കേന്ദ്രമാകണം. സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിലുണ്ടാവണം. ദിക്റുള്ള വീടായി മാറണം. അള്ളാന്റെ ഖുർആൻ ഓതുന്ന വീടായി മാറണം. സലാം പറഞ്ഞ് കയറുന്നവരായി മാറണം. ബിസ്മില്ല കൊണ്ട് പ്രവേശിക്കുന്നവരായി മാറണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നവരാകണം. രാവിലെയും വൈകുന്നേരം അദ്കാറുണ്ടാവണം. കിടക്കുന്ന സമയത്തുള്ള മര്യാദകൾ പാലിക്കണം. ഇങ്ങനെ നമ്മുടെ വീടൊരു മസ്കനായി നമുക്ക് മാറ്റാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കച്ചവട രംഗത്ത്, നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഹറാമായതൊന്നും വരൂല എന്ന് ഉറപ്പുവരുത്തിക്കോ. വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ, കച്ചവടം ഹലാലാക്കിയിട്ടുണ്ട്, പലിശ ഹറാമാക്കിയിട്ടുണ്ട്. നമ്മുടെ സമ്പത്തിലേക്ക് ഹറാം കടന്നു വന്ന കുല്ലു ലഹ്മിൻ നബത മിൻ സുഹത്തിൻ ഫന്നാറു ഔലാ ബിഹി, ഏറ്റവും യോഗ്യത, ആ നരകത്തിൽ കിടക്കാനുള്ള യോഗ്യത ഉണ്ടാവുക ഈ ഹറാം സമ്പാദിച്ച വ്യക്തികൾക്കായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട്
മനുഷ്യൻ അവൻ്റെ ഈ ലോകത്തുനിന്ന് ഏത് സമയത്തും ദുനിയാവെന്ന് വിട പറയും. എത്രയെത്ര അപകടങ്ങളാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേരുടെ ജനാസയാണ് നമ്മളെല്ലാം പങ്കെടുത്തിട്ടുള്ളത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എഴുന്നേൽപ്പിക്കും. നേതാക്കന്മാർ കൂടെ ഉണ്ടാകൂല, പ്രാസ്ഥാനികരുണ്ടാവില്ല, ഞാനുണ്ടാവില്ല, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവില്ല, പ്രിയപ്പെട്ട ഭാര്യയോ മക്കളോ നമ്മുടെ ചാരയില്ലാതെ. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, ഒറ്റക്കൊറ്റക്ക് വരണം നമ്മൾ പരലോകത്ത്. എൻ്റെ കർമ്മങ്ങളാണ് എൻ്റെ ഖബറിലുണ്ടാവുക. എൻ്റെ വിശ്വാസം അള്ളയാണ് എൻ്റെ റബ്ബെന്ന് പ്രഖ്യാപിക്കാൻ കഴിയണമെങ്കിൽ, ഇസ്ലാമാണ് എൻ്റെ ദീനെന്ന് പറയാൻ കഴിയണമെങ്കിൽ, നബിയാണ് മുഹമ്മദ് നബിയാണ് എൻ്റെ നബിയെന്ന് പറയാൻ കഴിയണമെങ്കിൽ അത് പഠിച്ചവനും പകർത്തിയവനും മാത്രമാണത് സാധിക്കുക. പരലോകത്ത് ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കാൻ പറ്റാത്തൊരു നാളാണ്. അന്നേ ദിവസം അർശിൻ്റെ അള്ളാൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ നമ്മൾ പെടണം. അന്നേ ദിവസം സിറാത്ത് കടക്കുന്നവരിൽ നമുക്ക് പെടണം. അന്നേ ദിവസം നരകത്തിൽ നിന്ന് ഫമൻ സുഹ്സിഹാനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നമ്മൾ ഈ പ്രസംഗത്തിനും നമ്മൾ ഈ സമ്മേളനത്തിനും വേറെ ഒരു ലക്ഷ്യമില്ല. എനിക്കും നിങ്ങൾക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഈ നാട്ടിലത് കേൾക്കുന്ന ആൾക്ക് രക്ഷപ്പെടണം. ഈ പ്രിയപ്പെട്ട കുടുംബങ്ങളിലേക്കുള്ള നമ്മുടെ ഈ സന്ദേശം, നമ്മൾ ആരും ഇലക്ഷന് വേണ്ടി പോകാൻ പോണില്ല, നമ്മൾ ആരും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഏതെങ്കിലും ആൾ തരിപിടി കൂടാൻ നമ്മൾ പോണില്ല, നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് വേണ്ടി ഷെയർ ഇടാൻ പോണില്ല. പിന്നെ എന്താ അമ്മയ്ക്ക് വയൽ നടത്തുന്ന എന്താ കാര്യമുള്ളത്? നാളെ പരലോകത്ത് അള്ളാൻ്റെ കോടതിയിൽ ഞാൻ അറിഞ്ഞ ഈ ഹക്ക് പറഞ്ഞു കൊടുക്കുക എന്നതിൻ്റെ ബാധ്യതയാണ്. ബല്ലിഗൂ അന്നീ വലൗ ആയ, ഒരായത്തെങ്കിലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ എന്നതിൻ്റെ വിധങ്ങളുടെ പ്രസിദ്ധമായ ഹദീസാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും തെളിഞ്ഞ ഒരു മാർഗം ഇതാ അള്ളാഹ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, പകല് പോലെ തിളങ്ങുന്ന രാത്രിയുള്ള ഒരു മാർഗം നബി പഠിപ്പിച്ചു. ഈ മാർഗം സ്വീകരിക്കുന്ന കുടുംബമായി നമുക്ക് മാറാൻ കഴിയണം. പരലോകത്ത് എത്തിപ്പെട്ടിട്ട് ചിലരൊക്കെ വിലപിച്ച് പറയുന്നുണ്ട്, യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നാലിന്ന ചങ്ങാതിയെ ഞാൻ എൻ്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ രക്ഷപ്പെട്ടിരുന്നു. ഇനി കാര്യമില്ല, ചങ്ങാതി കാരണം കൊണ്ട് പെട്ടുപോയവർ. യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, എൻ്റെ ജീവിതകാലത്ത് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു പേജ് ഖുർആൻ ഓതുക, 10 രൂപ സ്വതക്ക ചെയ്യുക, സുന്നത്ത് നോമ്പുകൾ എടുക്കുക, ആളുകളോട് സലാം പറയുക, വഴിയിൽ കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, തക്ബീറും തഹ്ലീലും തഹ്മീദും ഉണ്ടാവുക, ആളുകൾക്ക് അംറു ബിൽ മഅറൂഫ് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നഹ്യു അനിൽ മുൻകർ ചെയ്യുക. അതിനുവേണ്ടിയാണ് ഈ പ്രസ്ഥാനവും സംഘടനയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യൂത്താവട്ടെ, വിദ്യാർത്ഥി ഘടകമാവട്ടെ, ഗേൾസ് ആവട്ടെ, വുമൻസ് ആവട്ടെ, ഒത്തൊരുമയോടെ ചാർട്ട് ചെയ്ത് യോജനകൾ കൂടി ആലോചിച്ച് ഓരോ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഈ ദീന്, അള്ളാഹുവിൻ്റെ ദീന് നാട്ടിൽ വ്യാപിക്കണമെന്ന ആഗ്രഹമാണ്. നമ്മളാരും ഒരു വേറെ ദുനിയാവിൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങളുമായി കടന്നു വരുന്നില്ല. ആരുടെയും ഈ നാട്ടിലെ ഒരു മനുഷ്യൻ്റെയും ഒരു പ്രശംസാവാക്ക് പോലും ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, നമ്മളാരും അത് ആവശ്യമില്ല. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഒരൽപ്പം പണം കിട്ടുമോ നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ, അള്ളാൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളുടെ ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്ക് പ്രതീക്ഷിക്കുന്നില്ല. മഹാരഥന്മാരായ അമ്പിയാക്കന്മാർക്ക് എന്തിനാ തല്ല് കിട്ടിയത്? എത്ര അമ്പിയാക്കന്മാരെ കൊന്നൊടുക്കി. എന്തിനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പച്ചയായ മണലിൽ കിടത്തിയിട്ട് ചുട്ടുപൊള്ളുന്ന മണലിലൂടെ വലിച്ചത് എന്തിൻ്റെ പേരിലാ? അല്ലാഹു അഹദ് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാ. നമുക്കും ചില വേദനകളൊക്കെ ഉണ്ടാകും. യാസിർ റളിയല്ലാഹു അൻഹുവിനെ സുമയ്യ ബീവിയുടെ പച്ച ശരീരത്തിലേക്ക് ഇരുമ്പിൻ്റെ ദണ്ഡെടുത്ത് കയറ്റിയത് എന്തിൻ്റെ പേരിലാ? അല്ലാഹു അഹദ്, അല്ലാഹനാണ്, അവനോടേ ഞങ്ങൾ പ്രാർത്ഥിക്കുള്ളൂ, അവനല്ലാതെ ഒരാരാധ്യനില്ല. അത് പറഞ്ഞ എല്ലാ കാലത്തും പ്രതിസന്ധി കടന്നു വന്നു. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തുന്നിച്ചേർക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുക, ആ ദീനുമായി അതിൻ്റെ തിരുനാദവുമായി നമ്മുടെ പരിസരങ്ങളിൽ വിജ്ഞാനവേദികൾ, അയൽക്കൂട്ടങ്ങൾ, ധാരാളക്കണക്കിന് പ്രോഗ്രാം
പ്രോഗ്രാമുകൾ ഇൻഷാ അല്ലാഹ് ഈ മഴയൊക്കെ ഒന്ന് ശാന്തമായാൽ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഇനിയും സമയം കൂടെ വൈകിപ്പിക്കുന്നതിൽ പ്രയാസമുള്ളത് കൊണ്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് അത്യാവശ്യം പറയാനുള്ള ഒരുപാട് വിഷയങ്ങളും നോട്ട്സും ഒക്കെ റെഡിയാക്കി ദിവസങ്ങളായി അതിൻ്റെ പിന്നിലിരുന്ന് അധ്വാനിച്ച് എഴുതി വെച്ച നോട്ട് കയ്യിലുണ്ട്. അത് പറയാനുള്ള സമയവും സാഹചര്യവും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അല്പകാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഈ മഹത്തായ നിഅമത്തിന് നന്ദി കാണിച്ച് യാതൊരു മുറുമുറുപ്പുമില്ലാതെ അള്ളാഹു നൽകിയ ഈ മഴയിലും അള്ളാഹിനെ സ്തുതിച്ച് ഇത്രയെങ്കിലും നമുക്ക് സംസാരിക്കാൻ, നമ്മുടെ യാത്രകൾ സഫലമാകാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിച്ച് ശുക്റിൻ്റെ സുജൂദ് ചെയ്ത് നാളെ മുതൽ വീണ്ടും ഗോദയിലിറങ്ങി ഈ ജനങ്ങളുമായി സംസാരിക്കാൻ, അവർക്ക് മെസ്സേജുകൾ അയക്കാൻ, അവർക്ക് ദീന് കേൾപ്പിച്ചു കൊടുക്കാൻ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളുമായി വീണ്ടും മുന്നോട്ട് പോകാൻ. നല്ലത് പറഞ്ഞു കൊടുക്കുന്നത് സ്വതക്കയാണ്. ഒരു തിന്മ കാണുമ്പോൾ അതിനെ തടുക്കുന്നത് സ്വതക്കയാണ്. അത് ചെയ്യുക. ആളുകൾ എന്ത് വിചാരിക്കും, എൻ്റെ ഉമ്മ എന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് നീ മാറി നിൽക്കുന്നവനായി മാറരുത്. അള്ളാഹിൻ്റെ കോടതിയിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ കുറ്റക്കാരായി മാറുന്ന അവസ്ഥ. നാട്ടുകാർ വന്ന് പറയരുത്, നീ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ, നീ എന്നോട് മിണ്ടിയില്ലല്ലോ, നീ എന്നോടൊന്ന് അന്ന് പറഞ്ഞു തന്നില്ലല്ലോ എന്ന ഒരു വാക്ക് പറഞ്ഞ് നമ്മുടെ മേലൊരു കുറ്റം ആരോപിക്കുന്ന അവസ്ഥയുണ്ടാക്കരുത്. അള്ളാഹുവിൻ്റെ കോടതി, പരലോക കോടതി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകമാണ്. രണ്ടാമതൊന്ന് മടങ്ങി വരാൻ കഴിയാത്ത ലോകമാണ്. 6 അടി മണ്ണിൽ ഖബറിൻ്റെ ഉള്ളിൽ കിടക്കേണ്ടവരാണ്. നീണ്ടു കിടക്കുന്ന ബർസഖ് വരാനുണ്ട്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. നമ്മുടെ ഖബറിൽ നമ്മുടെ കൂടെ ഒരുപാട് സൽക്കർമ്മങ്ങളുമായി നമുക്ക് പോകാൻ കഴിയണം. സൽസ്വഭാവം ഉണ്ടാവണം, സ്വതക്കാത്തുകൾ ഉണ്ടാവണം, അദ്കാറുകൾ ഉണ്ടാവണം. അങ്ങനെ നമ്മളൊരു നല്ല പഠിതാവായി, ഞാൻ ചില സൂചനകൾ മാത്രമാണ് പറഞ്ഞത്, നമ്മൾ നല്ല വായനക്കാരായി, നല്ല ശ്രോതാക്കളായി, നല്ല പഠനത്തിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുമായി ഇനിയും നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ ആലോചനകൾ കടന്നു വരാൻ യാതൊരു നിരാശയും കൂടാതെ അള്ളാഹിൻ്റെ ദീന് പറഞ്ഞു നടക്കാൻ 950 കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷണം പഠിച്ചവരാണ് നമ്മൾ. ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലം വനഹാറ. ഞാൻ 950 കൊല്ലക്കാലം രാവും പകലും ജനങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. പരസ്യമായി ക്ഷണിച്ചിട്ടുണ്ട്, രഹസ്യമായി ക്ഷണിച്ചിട്ടുണ്ട്. റബ്ബേ, ഞാൻ ചെന്ന് സംസാരിക്കുമ്പോൾ അവർ കാതടക്കുകയാണ്, വസ്ത്രം തിരികെ വെക്കുകയാണ്, ഒന്ന് കേൾക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അല്ലാ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം റബ്ബേ. ആ ഒരു മഹത്തായ പ്രവാചകന്റെ ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അറിയാതെ പോയ അബദ്ധങ്ങളിൽ കുടുങ്ങിപ്പോയ, പഠിക്കാതെ പോയ, അന്ധമായ അനുകരണത്തിൽ വീണുപോയ മനുഷ്യരെ കൈക്ക് പിടിച്ചിട്ട് ഇതാണ് ഹക്ക് മോനെ, ഇതാണ് സത്യം മോനെ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള പ്രസ്ഥാനത്തിൻ്റെ പേരാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ അധ്വാനത്തിനെല്ലാം വമ്പിച്ച പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ നിയ്യത്തെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ കാഞ്ഞങ്ങാടിൻ്റെ ഈ പരിസരത്ത്, ഈ ഒരു ചെറിയ ഗ്രാമപ്രദേശത്തുള്ള നമ്മുടെ സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിൽ അള്ളാഹുവേ ഈ ദീനിൻ്റെ ഹിദായത്തിൻ്റെ വെളിച്ചം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സംസാരത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ നാട്ടിൽ നീ ഉണ്ടാക്കി തരണമേ റഹ്മാനെ. അനുഗ്രഹീതമായ ഈ മഴയിൽ അള്ളാഹുവേ നിനക്ക് ശുക്ർ പറയുകയാണ്. വബില്ലാഹി തൗഫീഖ് വൽഹംദുലില്ലാ. പടച്ച റബ്ബേ, ഈ കുളിരുള്ള ഈ സമയത്ത് നിന്നെ സ്തുതിച്ചുകൊണ്ട് നിന്നോട് ചോദിക്കുകയാണ് റബ്ബേ, ഈ നാട്ടിൽ ഒരുപാട് ഖൈറുണ്ടാക്കണേ അള്ളാഹുവേ, ഞങ്ങളിൽ ബറക്കത്തുണ്ടാക്കണേ അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷകരമാക്കണേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. തവഫനാ മുസ്ലിമീന വൽഹിഖനാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.